എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഏത് കാക്കാതെ നിൽക്കുന്ന മാവിനെയും എങ്ങനെ നമുക്ക് അതിനകത്ത് നിറയെ കാ പിടിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്ന മാവ് കണ്ടോ, ഇവിടെ മാങ്ങ ഉണ്ടാക്കി കിടക്കണുണ്ടോ. ഇതൊരു കാക്കാത്ത മാവായിരുന്നു, കാലങ്ങളായിട്ട് ഇങ്ങനെ കാക്കാതെ നിൽക്കുന്ന മാവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുമ്പോൾ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. കുലകുത്തിയാണ് മാങ്ങ ഉണ്ടായിട്ടിരിക്കുന്നത്. ഇത് ഇവിടെ കുഞ്ഞു മാങ്ങയുണ്ട്, ഇവിടെ നിറയെ പൂത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി മാങ്ങ കണ്ടോ കുടലായിട്ട് കിടക്കുന്നുണ്ട്. വെട്ടം കൂടുതലായതുകൊണ്ട് മുകളിലേക്ക് അധികം കാണിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ നിറയെ പൂത്തുലഞ്ഞ് കുറേ കായ്കളും പൂക്കളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ മാവും കൊണ്ട് നിൽക്കുന്നത്. ഇനി എന്ത് പണിയാണ് മാവിന് കൊടുത്തതെന്ന് അറിയണ്ടേ? കണ്ടോ, ഈ ഒരു പണിയാണ് മാവിന് കൊടുത്തത്. അപ്പോൾ മാവിൻ്റെ ചുറ്റിനും നമ്മൾ ഇങ്ങനെ ചതച്ചാണ് കേട്ടോ കൊടുത്തത്. ചതച്ച് ഒരു ലെയർ തൊലി അങ്ങ് എടുത്ത് കളഞ്ഞു. ഒരുപാട് അകത്തേക്ക് അങ്ങനെ വെട്ടുകൊള്ളരുത് കേട്ടോ. അങ്ങനെ ഒരുപാട് അകത്തേക്ക് കൊണ്ടു കഴിഞ്ഞാൽ മാവ് ഉണങ്ങിപ്പോകും. അങ്ങനെ ഒരിക്കലും അകത്തേക്ക് കൊടുക്കരുത്. ഇതേപോലെ ഒന്ന് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങനെ ചതച്ച് കൊടുത്തിട്ട് ഒരു ലെയർ തൊലി അങ്ങ് എടുത്ത് കൊടുത്താൽ മതി, എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇതിന് പറയുന്നത് അരഞ്ഞാണ് ഇടിക്കുക അല്ലെങ്കിൽ വള ഇടിക്കാനൊക്കെ ഇങ്ങനെ പറയും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് കാക്കാത്ത മാവും കാക്കി കേട്ടോ.